മലയാള സിനിമയിൽ നടക്കുന്നത് എന്താണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് വലിയ വിവാദങ്ങൾ നടക്കുന്ന ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു. മറ്റൊരു ചടങ്ങിന്റെ ഭാഗമായി അദ്ദേഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ വരുന്നതിനെ പരിശോധിക്കും എന്ന് പറഞ്ഞതിന് പ്രകാരം മാധ്യമങ്ങൾ വരുന്നു. ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. വളരെ മാസ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ചില മറുപടികൾ പറയുന്നു. അതിനുശേഷം പോകും മുമ്പ് എഴുന്നേറ്റ് പോകുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞ് അവസാനിപ്പിച്ചു പോയൊരു പഞ്ച് ഡയലോഗ് ഇങ്ങനെയാണ്: മലയാള സിനിമയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് എന്നുള്ളത് കാലം നിങ്ങളെ ഓർമ്മപ്പെടുത്തും എന്ന്. ഇന്ത്യൻ നീതിന്യായ നിയമ വ്യവസ്ഥയിൽ ആദ്യമായി ഒരു കൊട്ടേഷൻ റേപ്പ് എന്ന രീതിയിൽ ഒരു കേസ് പരിഗണിക്കപ്പെട്ടത് മലയാള സിനിമയിലാണ്. സ്വാഭാവികമായും അവിടെ തന്നെ ആയിരിക്കണം അതുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മിറ്റികളോ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളോ നിലവിൽ വരേണ്ടത്. അവിടം കൊണ്ട് അവസാനിച്ചില്ല. നിരന്തരം എന്ന വണ്ണം ഉയർന്നു കേൾക്കുന്ന ലഹരി കേസുകൾ, സംസ്ഥാനത്ത് പിടികൂടുന്ന ലഹരിയോ അത് സിന്തറ്റിക് ലഹരിയോ ഹൈബ്രിഡ് കഞ്ചാവോ എന്തോ, അതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കണ്ണികളെയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സൂക്ഷ്മമായും കൃത്യമായും കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യം. നടി വിൻസി സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട ചില വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഫിലിം ചേംബറിന് അവർ നൽകിയ പരാതി, ആ പരാതിയിൽ പറഞ്ഞ പേര് പിന്നീട് പുറത്തു വന്നു. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ തോതിൽ മാനസിക വിഷമം നേരിടേണ്ടി വന്നു. അവർ വിശ്വസിച്ച സംവിധാനങ്ങളിൽ നിന്ന് ആ പേര് പുറത്തു വന്നു എന്നുള്ളത് അവരുടെ കരിയറിനെ തന്നെ ബാധിക്കുമെന്ന പേടി അവർക്ക് നിലവിൽ നിൽക്കുന്നു. സ്വാഭാവികമായും ഒരു നടനാണ് അതിന് പിന്നിലെന്ന്, ഷൈൻ ടോം ചാക്കോയാണ് അതിന് പിന്നിലെന്ന്, അവരോട് മോശമായി പെരുമാറിയത്, ലഹരി ഉപയോഗിച്ചത് എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആ വിവാദം വലിയ തോതിൽ ആളിക്കത്തുന്നുണ്ടായിരുന്നു. ഷൈൻ ടോം ചാക്കോ ഡാൻസ് ഓഫ് സംഘം ലഹരി പരിശോധനയ്ക്കായി എത്തുന്ന സമയത്ത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു പോകുന്ന വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട വിഷ്വലുകൾ എല്ലാം നമ്മൾ കാണുകയാണ്. മലയാള സിനിമയിൽ എന്താണ് സംഭവിക്കുന്നത്? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി, സിനിമാ പ്രവർത്തക, ശ്രീ സജി നന്ദ്യാട്ട്, നിർമ്മാതാവ്, ഫിലിം ജേർണലിസ്റ്റ് ശ്രീ പല്ലിശ്ശേരി, ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് എന്നിവർ. ശ്രീമതി ഭാഗ്യലക്ഷ്മി, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം പറഞ്ഞു. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇപ്പോ തുറന്നു പറയാൻ മടിക്കുന്നവർ, കരിയറിനെ കുറിച്ച് ചിന്തിക്കുന്നവർ, ഇത്രയും കാലവും കഷ്ടപ്പെട്ട് നേടിയ പേര് നഷ്ടമാകുമോ എന്ന് പേടിക്കുന്നവർ, ഇങ്ങനെ പലർ, എല്ലാവരുടെയും മാനസികാവസ്ഥയും എല്ലാവരുടെയും സാഹചര്യങ്ങളും ഒക്കെ വ്യത്യാസമാണ്. ഇതുപോലെ ഒരു നടി വിൻസിയെ പോലെ കഴിവ് തെളിയിച്ച ഒരു യുവനടി കൃത്യമായി പരാതി പറയുന്നു. സമൂഹത്തോടാണ് പറയുന്നത്, സോഷ്യൽ മീഡിയയിലൂടെയാണ് അവർ ആ വെളിപ്പെടുത്തൽ ആദ്യം നടത്തുന്നത്. അതിനുശേഷം അവർ പരാതി നൽകുന്നു ബന്ധപ്പെട്ട ഏജൻസികളിൽ. ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഇത്രയധികം കേസുകളും ആരോപണങ്ങളും നേരിട്ടിട്ടും മലയാള സിനിമയ്ക്ക് അതിൽ പ്രവർത്തിക്കുന്ന ഒരാളെ നിലയ്ക്ക് നിർത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതെന്നും ഒരു അത്ഭുതമായി തന്നെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയം മാത്രമല്ലല്ലോ, എല്ലാ വിഷയത്തിലും തന്നെ അവളോടൊപ്പം എന്ന് പറയുകയും അവനോടൊപ്പം നിൽക്കുന്നത് നമ്മളെന്നും കാണുന്ന ഒരു കാഴ്ചയാണല്ലോ. അത് ഒരു വലിയ അത്ഭുതമുള്ള കാര്യമല്ല. കാരണം ഇവിടെ അവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഇവിടെ ഒരു തിയേറ്റർ പോലും കിട്ടണമെങ്കിൽ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? ആരാണ് ഹീറോ എന്നാണ് ചോദിക്കുന്നത്. ഹീറോയിൻ ഒരു വിഷയമല്ല ഇവിടെ നായകന്മാർക്കാണ് ഇവിടെ മാർക്കറ്റ്. അവരെ വെച്ചാണ് ഇവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സൗകര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ തീരുമാനങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായി പോയിക്കൊണ്ടിരിക്കുകയല്ലേ കുറേ കാലമായിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി മറ്റു ഭാഷകളിൽ ഇതിനേക്കാളും നടക്കുന്നുണ്ടെന്ന് കരുതി നമ്മുടെ ഭാഷയിലാകാം എന്നല്ലല്ലോ. നമ്മുടെ നാട്ടിൽ നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണല്ലോ. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ഇത്രയധികം പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഇവരെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നത്. എന്നിട്ട് പോലും അവരെ ഒരു നിയന്ത്രണത്തിൽ നിർത്താനാവാത്തത് എന്തുകൊണ്ടാണ്? നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കോ അല്ലെങ്കിൽ ചേംബറിനോ ഒന്നും എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത്? ഇപ്പം സംവിധായകരെ ഒരു പരിധിവരെ ഞാൻ കുറ്റം പറയില്ല. കാരണം ഇന്ന് സംവിധായകരാര് ആകണം എന്ന് പോലും തീരുമാനിക്കുന്നത് നടന്മാരാണ്. അതുകൊണ്ട് തന്നെ സംവിധായകന് ഇരുന്ന് ഒരു പടം കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതല്ല സംവിധായകൻ്റെ സിനിമ എന്ന് പറയുന്ന
ഒരു 2-3 പേരാണ് ഇപ്പോൾ മലയാള സിനിമയിലുള്ളത്. ബാക്കിയെല്ലാം നടന്റെ സിനിമ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവര് ദുരുപയോഗിക്കുക എന്നുള്ളൊരവസ്ഥയാണ്. ഇത് ശരിയാണ്, അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരമായ പരാതികളാണ് അല്ലെ. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പരാതി, കേസ്, ശിക്ഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതൊക്കെ കടന്നു പോയിരിക്കുന്നു. ഒരു സ്ത്രീക്കെതിരെ ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചിരിക്കുന്നു എന്നത് കൃത്യമായി മനസ്സിലാകും. അനിതര സാധാരണമായ, അടുത്ത കാലത്ത് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന തരത്തിൽ അഭിനയശേഷിയുള്ള നടനാണ്. മുരളിക്ക് ശേഷം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി കാണുന്ന ഒരു നടനൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിനൊരു പരിധിയുണ്ടല്ലോ. എത്ര പ്രതിഭാശാലിയാണ് എങ്കിലും സമൂഹത്തിനെതിരെയുള്ള വെല്ലുവിളി, സ്ത്രീകൾക്കെതിരായ വെല്ലുവിളി എന്ന് പറയുന്നത് സമൂഹത്തിനെതിരായ വെല്ലുവിളി എന്നുള്ള നിലയ്ക്ക് തന്നെ കാണേണ്ടതാണ്, അങ്ങനെ തന്നെ അഡ്രസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ആ നിലയ്ക്കുള്ള വെല്ലുവിളി വെച്ച് പൊറിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഇത് ഇപ്പൊ മാധ്യമങ്ങളിൽ തന്നെ നിങ്ങൾ നോക്കൂ, സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ, ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ പോലും സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ വളരെ അതെന്തോ ഒരു വലിയ തമാശയായിട്ടാണ് അദ്ദേഹം പറയുന്നതൊക്കെ. പക്ഷെ അതിന് സ്ത്രീകൾ തന്നെ അതിനെ രസിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. മാധു, ഒന്ന് ആലോചിച്ച് നോക്കൂ, സമൂഹം തന്നെ ചില ആളുകൾക്ക് ഇത്തരം പ്രിവിലേജസ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ ഒരു പിന്നെ അണി റോസിനെതിരെ വന്നൊരു വിഷയം. അത് അവർ കേസ് കൊടുത്തപ്പോൾ ഏറ്റവും അധികം അവരെ അറ്റാക്ക് ചെയ്തത് ആരായിരുന്നു? ഇവിടുത്തെ സമൂഹമല്ലേ അവരെ അറ്റാക്ക് ചെയ്തത് മുഴുവനും. ആ ആളെ മാലയിട്ട് സ്വീകരിച്ചത് ആരായിരുന്നു? അപ്പൊ ഇവിടെ ഈ ഹീറോയിസം വളർത്തുന്നത് ആരാണ് ഈ ഹീറോയിസം വളർത്തുന്നത്? അങ്ങനെ വരുമ്പോൾ പലതും അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അതിന് ഉത്തരവാദിത്വമില്ലേ? ഓരോ മാധ്യമങ്ങളിൽ ഞാനത് കാണുമ്പോൾ തോന്നാറുണ്ട്, എങ്ങനെയാണ് പെൺകുട്ടികൾ ഇത് കേട്ടുകൊണ്ട് മുൻപിൽ ഇരിക്കുന്നത്? ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗം തന്നെയാണിത്. ഈ കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ പ്രവർത്തനമായി കൊണ്ടു നടക്കുന്ന ചിലർ അതിന് കൃത്യമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ തന്നെയാണ്. ആ തലക്കെട്ട്, അങ്ങനെ ദ്വയാർത്ഥമുള്ള തലക്കെട്ട് വന്നാൽ അതിനുണ്ടാകുന്ന ഹിറ്റ് ഇത്രയാണ്, അതിനുണ്ടാകുന്ന ഹൈപ്പ് ഇത്രയാണ് എന്നത് കണക്ക് കൂട്ടി ആ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ കൃത്യമായി അത് കേട്ടുകൊണ്ടിരിക്കുക, ആ ഉത്തരം വരാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ മെനഞ്ഞെടുക്കുക തുടങ്ങിയത് ഒരു കലാപരമായ പ്രവർത്തനം എന്ന നിലയ്ക്കാണ് കണക്കാക്കുന്നതെങ്കിലും അതൊരു ക്രിമിനൽ പ്രവർത്തനമാണ്. അതിനെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹണി റോസിന്റെ കേസിലടക്കം അത് വളരെ പ്രകടവും ദൃശ്യവുമായിരുന്നു. നമ്മൾ അത്തരത്തിലുള്ള ചില ഇന്റർവ്യൂകളൊക്കെ ആ ഘട്ടത്തിൽ കാണേണ്ടിയും ചിലതൊക്കെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊടുക്കേണ്ടിയും വന്നു എന്നുള്ളത് വളരെ സ്വയം നിന്നയോടെ ഓർത്തെടുക്കേണ്ടി വരുന്ന സാഹചര്യം കൂടിയാണ് അതൊക്കെ. ശ്രീ റെജി ലൂക്കോസ് നോക്കൂ, ഞാൻ വരാം. ശ്രീമതി ഭാഗ്യലക്ഷ്മി, പറയൂ അങ്ങ് പറയൂ. മാധു തുടക്കത്തിൽ പറഞ്ഞല്ലോ, പരാതികൾ വരുന്നില്ല. അതിപ്പോ സജി നന്ദിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, പരാതികൾ ആരും അങ്ങോട്ട് പറയുന്നില്ല. ആദ്യമായിട്ടാണ് തുറന്ന ഒരു പരാതി മുൻപിലേക്ക് വരുന്നത്. സ്വകാര്യമായി അവിടെ ചെന്ന് ചെവിയിൽ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ, അല്ലെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതെല്ലാം സ്വകാര്യമായിട്ടാണ് പറയുന്നത്. ഓപ്പൺ ആയിട്ട് ഒരാൾ ഇത് പറയുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് പരാതി ഉണ്ട്, പരാതിക്കാർ ഇല്ല. അതെപ്പോഴും ഞാൻ പറയാറുള്ള ഒരു വാക്കാണ്. പരാതിക്കാരില്ല, പരാതികളുണ്ട്. ശരി, ഞാൻ വരാം. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോ ഇനി ഈ പരാതി പേരടക്കം നാളടക്കം എല്ലാ വിവരങ്ങളും അടക്കം എഴുതി കൊടുത്താൽ മാത്രമേ നമ്മുടെ പോലീസിന് കേസെടുക്കാൻ കഴിയുള്ളൂ. ഒരു പെൺകുട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ വന്ന് ഇത്രയും വിശദമായ കാര്യങ്ങൾ പറയുന്നു. ആ സിനിമ ഏതെന്നും ആ സിനിമയിൽ പങ്കെടുത്തത് ആരൊക്കെയാണെന്നും അതുമായി ബന്ധപ്പെട്ട അതിലെ നടൻ ആരാണെന്നും ആരാണ് അവരോട് മോശമായി പെരുമാറിയതെന്നും ഈ നാട്ടിൽ ആർക്കും അറിയാത്തതല്ല. എന്തുകൊണ്ടാണ് നിയമ നടപടി ഉണ്ടാകാത്തത്? ആരെ കാത്തിരിക്കുകയാണ്? തീർച്ചയായിട്ടും ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണെങ്കിലും ഈ കാര്യത്തിൽ എനിക്ക് ശക്തമായ അഭിപ്രായമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ സിനിമയുടെ നിർമ്മാണ മേഖലയിലും വിതരണ മേഖലയിലും സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് വർഷങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നല്ലൊരു അവബോധമുള്ള ഒരാളാണ്. അക്കാലത്തൊന്നും ഈ വേലത്തരങ്ങളൊന്നും സെറ്റുകൾ നടക്കത്തില്ല. ഞാൻ പറയാൻ വരുന്നത് വേറൊന്നുമില്ല. ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന സാമൂഹ്യ വിരുദ്ധനായ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന, ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്ന സിനിമ എന്ന് പറയുന്ന കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഞാൻ ആ ഉദ്ദേശവാക്യം പ്രയോഗിക്കുന്നില്ല, അത് അൺപാർലമെന്ററി ഒന്നുമില്ല. ഈ വൃത്തികെട്ട മനുഷ്യനെ
കഴിഞ്ഞ 9 വർഷമായിട്ട് അയാൾ 9 വർഷങ്ങൾക്ക് മുമ്പ് അയാൾ 4 സ്ത്രീ മോഡലുകൾക്കൊപ്പം കൊക്കൈൻ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്തു. അന്ന് ഈ നിയമപാലകര് ഇയാളെ സംരക്ഷിച്ചു. ഞാനത് പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, കോടതി പറഞ്ഞതാണ് കഴിഞ്ഞ ആഴ്ച ഇയാളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിന്യായത്തിൽ 66 പേരുള്ള വിധിന്യായം ഞാൻ വായിച്ചതാണ്. അത് സോഷ്യൽ മീഡിയ കിട്ടും. എന്താ കാരണം അറിയോ? സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വനിതാ ഗസറ്റ് ഓഫീസറുടെ സാന്നിധ്യം വേണം. ഇവിടെ ആ നിയമപാലകർ അവതരിപ്പിച്ച ഒരു പുരുഷ എന്താ പറയാ ഒരു ഗസറ്റ് ഓഫീസറെയാണ്. അവിടെ മുതൽ അയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് അത് ഹീനമാണെന്നും കുറഞ്ഞത് ഈ കേസിൽ തെളിവുണ്ടെങ്കിൽ 10 വർഷമാണ് മിനിമം ഇയാൾക്ക് ശിക്ഷയെന്നും ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണം ശക്തമായിട്ട് രംഗത്ത് വന്നിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. എന്റെ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ഒരു രംഗമാണ് കലാരംഗം. ഇവിടെ ബഹുമാനപ്പെട്ട ഞാൻ വളരെ ആദരവോടെ കാണുന്ന ഭാഗ്യലക്ഷ്മി ഇതിനകത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അത് ചെറുപ്പക്കാരെ സ്വാധീനിക്കും. നിങ്ങൾക്കറിയാം ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഒരു സോഷ്യൽ മീഡിയയിലെ. അത് അവസാനം അതിന് അഡിക്റ്റ് ആകുന്നവരെ കൊണ്ട് മരണത്തിലേക്ക് അവിടുന്ന് ഈ ഷൈൻ ടോം ചാക്കയെ പോലെയുള്ള ഈ സാമൂഹ്യ വിരുദ്ധന്മാര് ഈ സിനിമയിലൂടെ കാണിക്കുന്ന വൃത്തികേടുകളും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെയും ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളോട് കാണിക്കുന്ന വൃത്തികേട് അനുകരിക്കുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട്. കേരള സർക്കാരും പോലീസും മാധ്യമങ്ങളും ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ മയക്കുമരുന്നിനെ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ അതിശക്തമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഈ ഷൈൻ ടോം ചാക്കയെ പോലെ അതുപോലെ തന്നെ ഒരു ശക്തമായ നടപടി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ പരാതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട എന്താവശ്യമാണ് പോലീസിനുള്ളത്? ഇതിൽ സ്വമേധയാ കേസെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടല്ലോ. ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വന്നല്ലേ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഈ വെളിപ്പെടുത്തലുകളും എല്ലാം കാണുന്നില്ലേ? ഇനി ഈ പരാതി ഫിലിം ചേംബറിന്റെ പക്കൽ ഉണ്ടല്ലോ, ഇത് അവർ കൊണ്ടുപോയി കൊടുക്കേണ്ടതാണ്. ശ്രീ സജ്ജൻ തേട്ട് അല്പസമയത്തിനും ഈ ചർച്ചയിലേക്ക് വരും. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരോട് ചോദിക്കാം. പക്ഷെ അവരുടെ പക്കൽ ഈ പരാതിയുണ്ട്, അതിൽ പേരുണ്ട്. പോലീസിന് ഇത് അങ്ങോട്ടും അന്വേഷിക്കാം, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇനി കഴിഞ്ഞ ദിവസമാണ് പ്രൊഡ്യൂസർമാർ വീണ്ടും വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് ഞങ്ങളുടെ സെറ്റുകളിലടക്കം വന്ന് പരിശോധന നടത്തുമെന്ന് ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടി പറഞ്ഞു. സർക്കാർ അതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ചില്ല എന്ന്. തീർച്ചയായിട്ടും അതിനും മറുപടി ഉണ്ട്. അത് വളരെ ചുരുങ്ങിയ നിയമപാലകരുടെ ഭാഗത്തുള്ള ഒരു വിട്ടുവീഴ്ചയാണ് ഇവർക്ക് വേണ്ടിയിട്ട്. ഇന്ത്യൻ പ്രസിഡന്റ് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാവർക്കും നിയമം ഒരുപോലെ തന്നെ ബാധകമാകുന്ന രാജ്യത്ത് ഈ അപൂർവം ചില എല്ലാ സിനിമ നടന്മാരും നടിമാരൊന്നും കുറ്റക്കാരൊന്നുമില്ല. എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാതെ കുറെ പേർക്ക് ഇവന്മാരെ പോലുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ സഹായസ്ഥകൾ നീട്ടിയാൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എത്രയോ ടൈം സ്ലോട്ടുകളാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തെ ഈ വിപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. അപ്പോഴാണ് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു സംഘം രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ശ്രീ രജി ലൂക്കോസ്, ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന പ്രൊമോഷൻ എന്ന് പറഞ്ഞ പേരിൽ നടത്തുന്ന ഇന്റർവ്യൂകളിൽ നടത്തുന്ന അഴിഞ്ഞാട്ടമുണ്ടല്ലോ. അതായത് ഞാൻ മുമ്പും ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് കുട്ടികളാണ് കാണുന്നത്. അവർ ആരാധനയോടെ നോക്കി കാണുന്ന ആളുകൾ, അവരുടെ ഹീറോസ് അല്ലെ, അവരിവിടെ വന്നിരുന്ന് കാണിക്കുന്ന ഈ കൂത്ത് കണ്ടിട്ട് അവർക്കാകാമെങ്കിൽ, അതായത് നമ്മൾ ആരാധിക്കുന്നവർക്കാകാമെങ്കിൽ നമുക്കുമായിക്കൂടെ എന്ന നിലയ്ക്ക് കുഞ്ഞുങ്ങൾ അതിനെ കാണുകയും അതിനെ എടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സമൂഹത്തോട് ചെയ്യുന്ന ഒരു ക്രൈമാണ്. ഇത് പരിശോധിക്കണം, ഇതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് എന്തുകൊണ്ടാണ് നിയമ സംവിധാനം വിചാരിക്കാത്തത്? വളരെ ആത്മാർത്ഥതയോട് കൂടി തന്നെ പറയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സൈസ് വകുപ്പും സർക്കാരും ഒക്കെ വലിയ തോതിൽ പരിശോധന നടത്തുന്നുണ്ട്. കൃത്യമായി നമ്മുടെ കോളേജ് ഹോസ്റ്റലുകൾ വരെ പരിശോധന നടത്തുന്നുണ്ട്, ആളുകളെ പിടിക്കുന്നുണ്ട്, ഒക്കെ ശരി. പക്ഷെ ഈ മേഖലയോട് എന്താണ് ഇത്ര വിട്ടുവീഴ്ച? തീർച്ചയായിട്ടും നമ്മുടെ കലാലയങ്ങളിലും അതായത് വിദ്യാലയങ്ങളിലും ഹോസ്റ്റലുകളിലും പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിൽ പോലീസ് പ്രവേശിക്കാൻ പാടുന്നുള്ള നിയമത്തിനെ പോലും മാറ്റിവെച്ചുകൊണ്ട് പോലീസ് അവിടെ എല്ലാം കയറി ഈ മയക്കുമരുന്ന് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഈ വർഗത്തിന് എന്തുകൊണ്ടാണ് വെറുതെ വിടുന്നുള്ള ചോദ്യം ഞാനും ചോദിക്കുന്നു. സർക്കാർ, എനിക്ക് ഒരു അഭ്യർത്ഥന ഈ ചർച്ചയിലുണ്ട്. ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഈ ഷൈൻ ടോം ചാക്കോയെയും സംഘത്തിനെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകണം, അയാളെ ജയിലിൽ അടയ്ക്കണം. രണ്ടാമത്തെ ഒരു കോടതി വിധിക്കെതിരെ മിണ്ടാൻ പറ്റില്ല സർക്കാരിനെ എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. കാരണം പോലീസിന്റെ അന്വേഷണ മികവിനെ പറ്റി ഞാൻ കോടതിയിലാണ് കേട്ടോ പറയുന്നത്. വാതോരാതെ എഴുതി വെച്ചിട്ടുണ്ട് ആ വിധിയിൽ. പിന്നെ കയ്യിൽ കിട്ടുന്ന തെളിവുകൾ, കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലെ വിധി പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഗണിച്ചൊന്നും വിധി പറയാൻ പറ്റില്ല. അവിടെ കൊണ്ടുവന്ന് വെച്ചതിൽ ഒന്നുമില്ല എന്ന നിലയ്ക്കാണ് ഈ അന്വേഷണം നടന്നത് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിധി വരുന്നത്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ശ്രീ സജ്ജൻ കേൾക്കാമോ? ഒറ്റ കാര്യം കൂടെ പറയാം, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ആദ്യം പറയേണ്ടതാ. ഏതാനും ദിവസം മുമ്പ് ആലപ്പുഴയിൽ വെച്ച് ഹൈബ്രിഡ് കഞ്ചാവ് ഒരു സ്ത്രീ തസ്ലിമ എന്ന് പറഞ്ഞ സ്ത്രീയുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ കഞ്ചാവ് പിടിച്ചു. അവർ വെളിപ്പെടുത്തി ചോദ്യം ചെയ്യില്ല. എന്താ പറഞ്ഞെന്നറിയോ? ഈ ഷൈൻ ടോം ചാക്കായും നേരത്തെ ഞാൻ പറഞ്ഞു ഫാസി എന്ന് പറയുന്ന 2 നടന്മാർക്കും
ഞാൻ സപ്ലൈ ഞാൻ ചർച്ചയിൽ നേരത്തെ പറഞ്ഞതാണ്. സംസ്ഥാനത്ത് എവിടെ കഞ്ചാവ് പിടിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു നൂല് ആ മേഖലയിലേക്ക് പോയിട്ടുണ്ട് എന്ന നിലയ്ക്കാണ് പോകുന്നത് എന്നുള്ളത്. ഞാൻ വരാം. ശ്രീ സജി നന്ദിയാട്ട്, ആ പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ തന്നോട് മോശമായി പെരുമാറിയത് ആരാണ് എന്ന് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പരാതി പോലീസിന് കൈമാറാത്തത്? അല്ല, അതിനകത്ത് പരാതി ഞങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണമെങ്കിൽ ലീഗലായിട്ടുള്ള നമ്മൾ നടപടികളിലേക്ക് പോകുന്നുണ്ട്. മാത്രമല്ല, ഞങ്ങൾ 21-ാം തീയതി ഈ പറഞ്ഞ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിക്ക് ലീഗലായി പോലീസിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലേക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ കിട്ടിയ പരാതിക്ക് സംഘടനാപരമായ രീതിയിലുള്ള നടപടികൾ എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് പോലീസിലേക്ക് കൈമാറണം, വേണ്ടതിനെ കുറിച്ച് ലീഗലായിട്ടുള്ള ഒപ്പീനിയൻ ഞങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പരാതി ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിയതാണ്. കാരണം ഇത് പത്രങ്ങളിലൂടെ വന്നപ്പോഴാണ് ഇത് അറിഞ്ഞത്. കാരണം ഈ ഒരു സിനിമാ സെറ്റിൽ IC ഉണ്ടായിരുന്നു. എല്ലാ സിനിമാ സെറ്റിലും IC ഉണ്ട്. IC ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ചേംബർ ഓരോ സിനിമകൾക്കും ഷൂട്ടിങ്ങിന് അനുവാദം കൊടുക്കുന്നത്. ആ IC കൃത്യമായി അവിടെ പ്രവർത്തിക്കണമെന്ന് ചേംബറിന് നിർബന്ധമുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ വിൻസി ഒരു ലഹരി വിരുദ്ധ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പൊതുബന്ധത്തിൽ വരികയാണ്. അത് പൊതുബന്ധത്തിൽ വന്നതനുസരിച്ച് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വരികയും അങ്ങനെ അത് പയ്യെ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് മലയാളത്തിലെ പ്രമുഖ ദിനപത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഇന്നലെ ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. അപ്പോൾ ഞങ്ങളുടെ മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ള വനിതകളുണ്ട്, അതിൽ സജിത മഠത്തിലുണ്ട്, റാണിയുണ്ട്. അങ്ങനെയുള്ളവർ ഞങ്ങളെ വിളിച്ച് ഇത് കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. കണ്ടു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് പരാതി ഉണ്ട് എന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് സിനിമയുടെ പേരോ മറ്റു കാര്യങ്ങളോ പറയരുത് എന്ന് ഞങ്ങളോട് വാക്കാൽ പറഞ്ഞിരുന്നു. അത് പാലിക്കാൻ മാക്സിമം ഞങ്ങൾ ശ്രമിച്ചിട്ടുമുണ്ട്. പിന്നെ അതനുസരിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലാണ് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ചേംബറിനല്ല, ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്കാണ്, ചേംബർ എക്സിക്യൂട്ടീവിനല്ല നൽകിയിരിക്കുന്നത്. ഇതിന്റെ ചെയർമാൻ ശ്രീ G. സുരേഷ് കുമാറാണ്. അദ്ദേഹം ഈ കുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചേംബറിന്റെ പ്രസിഡന്റ് BR ജേക്കബ്. അപ്പം ഞങ്ങൾ 7 സംഘടനകളുടെ 3 പ്രതിനിധികൾ വെച്ചാണ് മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ളത്. അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസർ അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ, തിയേറ്ററുകാരുടെ സംഘടന, ചേംബറിനെ പ്രതിനിധീകരിച്ച് സുരേഷ് കുമാറും ശ്രീ BR ജേക്കബും ഞാനുമാണുള്ളത്. അപ്പം ഞങ്ങളിത് വളരെയധികം നന്നായിട്ട് അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 2022 മുതൽ മുൻ ഭാരവാഹികൾ ഉൾപ്പെടെ 800ഓളം സിനിമകൾ ഇവിടെ ഈ വനിതാ കമ്മീഷൻ ഞങ്ങളെ ഇത് ഏൽപ്പിച്ചതിന് ശേഷം നടന്നു. എല്ലാ സെറ്റിലും IC ഉണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് കാര്യക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. എന്നാലും ലഹരി ഉപയോഗങ്ങളിലൂടെ ലീഗലായ നടപടിയിലേക്ക് പോകുന്നുണ്ട്. 21-ാം തീയതി നിങ്ങളുടെ സംഘടന യോഗം ചേർന്നതിന് ശേഷം എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കും. ഈ പെൺകുട്ടി നൽകിയ പരാതിയുടെ സ്വഭാവം എന്താണ് എന്ന് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ടതില്ല. അത്രയും ഗുരുതരമായ സ്വഭാവത്തിലുള്ളൊരു പരാതി കിട്ടിയിട്ട് അത് എത്ര നേരം നിങ്ങൾക്ക് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുമെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ആ പരാതി നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സംഘടനാ യോഗം ചേരുന്നത് വരെ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. അത് കിട്ടിയാൽ അതിന്റെ ഗുരുതരമായ സ്വഭാവം മനസ്സിലാക്കിയാൽ ആ സമയത്ത് തന്നെ പോലീസിന് കൈമാറണം എന്നുള്ളതാണ് നാട്ടിലെ നിയമം. നിങ്ങൾ സംഘടനാ നടപടി എടുക്കുന്നുണ്ടെങ്കിൽ അത് ശേഷമാകാം, നിങ്ങളുടെ സൗകര്യത്തിനാകാം. പക്ഷേ നിയമ നടപടിക്ക് നിങ്ങൾക്ക് ആലോചിക്കുന്ന സമയപരിധി ഇല്ല. അല്ല, എങ്കിൽ ഈ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ആദ്യം പരാതി നൽകിയത് ഞങ്ങൾക്കല്ല, അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് പരാതി നൽകിയിരുന്നല്ലോ. അപ്പം ഞങ്ങൾ അതിനകത്ത് നിയമപരമായിട്ടുള്ള ഒപ്പീനിയൻ ഞങ്ങൾക്ക് തേടണം. പെൺകുട്ടി തയ്യാറല്ലാത്ത പക്ഷം ഞങ്ങൾ നാളെ കുഴപ്പത്തിലായാലും ഇപ്പൊ തന്നെ പെൺകുട്ടി പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ചേംബറിൽ ഞങ്ങള് വിശ്വാസമില്ല, പുറകോട്ട് ഞാൻ പരാതി പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്ന് പറഞ്ഞത് എനിക്കറിയില്ല. എന്തോ ഒരു തെറ്റിദ്ധാരണ പുറത്താണ്, അതറിയില്ല എന്താണ്. ചേംബറിൽ വിശ്വാസമില്ല എന്ന് ആ കുട്ടി പറയാനിടയായ സാഹചര്യം നിങ്ങളുടെ ഉത്തരവാദിത്ത ബോധമില്ലായ്മയിൽ നിന്നുണ്ടാവുന്നതാണ്. അത് അനുസരിച്ചല്ല. അതായത് ഇനി ആദ്യം അമ്മയ്ക്ക് പരാതി നൽകിയാൽ ഒരു നിമിഷം അമ്മയ്ക്ക് പരാതി നൽകിയിട്ട് അവരത് പോലീസിന് കൈമാറിയിട്ടില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അമ്മയ്ക്കുള്ളതാണ്. ചേംബറിന് പരാതി നൽകിയിട്ട് ചേംബർ അത് കൈമാറിയിട്ടില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ചേംബറിനുള്ളതാണ്. അതിൽ അങ്ങേക്ക് മറുപടി ഉണ്ടാകണമല്ലോ. അല്ല, ഞാൻ പറയട്ടെ, പരാതി നൽകിയിരിക്കുന്നത് ഞങ്ങൾക്കാണ്. ആ പരാതി ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ ഇപ്പൊ കസാലുവാഴ്ചയാണ്. തിങ്കളാഴ്ച ഞങ്ങൾ അടിയന്തര യോഗം വിളിച്ചതിനാണ്. കാരണം ഇത് നിയമപരമായി ഞങ്ങളുടെ ലീഗൽ ഒപ്പീനിയൻ തേടിയിട്ടുണ്ട്.
ഈ കുട്ടി പോലീസിലും മറ്റ് സംവിധാനങ്ങളിൽ പരാതി കൊടുക്കാനോ പരാതിപ്പെടാനോ തയ്യാറല്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയാണ് പോലീസിന് പരാതി കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പെൺകുട്ടി പറയുന്നത് പക്ഷേ പോലും നിങ്ങൾക്ക് നിയമപരമായ ബാധ്യതയുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ പരാതിയിൽ ഈ ഗുരുതരമായ സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് പോലീസിൽ കൈമാറാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ആ കുട്ടി നേരിട്ട് പരാതി കൊടുക്കണമെന്നില്ല. ഇനി നിങ്ങളുടെ പക്കൽ ആ പരാതി ഉണ്ട് എന്ന് പോലീസിന് അറിയാമെങ്കിൽ പോലീസ് അവിടെ വന്ന പരാതിയുടെ കോപ്പി വാങ്ങേണ്ടത് അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ എടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ നേരത്തെ ശ്രീ റെജി ലൂക്കോസിനോട് ചോദിച്ചു എന്ത് നോക്കിയിരിക്കുകയാണ് എന്നുള്ളത്. പക്ഷെ അത് കൈമാറേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് പെസാവള്ളിയും പെസാവേണവും ദുഃഖവെള്ളിയും ഒന്നുമില്ല, ഈസ്റ്ററും ഇല്ല. നിയമത്തിന് അങ്ങനെ യാതൊരു ഹോളിഡേയും ഇല്ല. അല്ല മാധു, ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് ഒന്നും മറക്കാനില്ല. ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട കാര്യമാണല്ലോ ഇത്. ഞങ്ങൾക്ക് ഇറങ്ങുന്നത് ഒന്നും മറക്കാനില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പത്രധാര ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുക ചെയ്തത്. അല്ല, കുട്ടിയോട് ചോദിച്ചു നോക്കൂ. കുട്ടിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചേംബറിൽ എന്തെങ്കിലും രേഖകൾ ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല. ചേംബർ ഒരു കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പറഞ്ഞല്ലോ, പെൺകുട്ടി അതിന് തയ്യാറല്ല എന്നൊരു സാഹചര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ആ പെൺകുട്ടി പറയുന്നത് പോലും ഈ വ്യക്തിയുടെ പേരോ സിനിമയുടെ പേരോ വെളിയിൽ പറയാൻ പാടില്ലെന്നാണ്. പേര് പുറത്തു വന്നതിന്റെ പേരിൽ ഞാൻ ആ പരാതി പിൻവലിക്കണമോ എന്ന് ആലോചിക്കുന്നു എന്നുള്ളതാണ്. ആ പേര് പുറത്തു വരാൻ പാടില്ലായിരുന്നു എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് അവർ പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ പേര് പുറത്തു വരരുതെന്നേ പറഞ്ഞുള്ളൂ, പോലീസിന് കൈമാറരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പേരാരാണ് പറഞ്ഞത്? പേരാരാണ് പറഞ്ഞത്? അത് ഞങ്ങളാണോ പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? ആർക്കാണ് പരാതി കിട്ടിയത്? പരാതി കിട്ടിയവർ പേര് ഗസ് ചെയ്ത് പറഞ്ഞു കാണും. ആ ഉവ്വ. എന്നിട്ട് അല്ല, അങ്ങനെ പരാതിയുടെ കോപ്പി ഞങ്ങൾ ഒരു പരാതിയുടെ കോപ്പി ഒരു മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല. വെറുതെ ഇല്ലാത്ത കാര്യം പറയേണ്ട കാര്യമില്ല. നിങ്ങൾ തെളിവാചരാക്ക്. ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയില് ഒരു വ്യക്തി, ഞാൻ ഉൾപ്പെടുന്ന ഒരു വ്യക്തികളും ഒരു പരാതിയോ പരാതിയുടെ കോപ്പിയോ ഒരു കാര്യങ്ങളും ഒരു മാധ്യമങ്ങളോടും പറഞ്ഞില്ല. നിങ്ങൾ ചോദിച്ചതിന് ജനറൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ മറിച്ച് ഞങ്ങൾ ഒരു രേഖയും ആർക്കും കൈമാറിയിട്ടില്ല, ഒരു ഔദ്യോഗിക വിഷയവും ഞങ്ങൾ നൽകിയിട്ടുമില്ല. ഈ തെറ്റിദ്ധാരണയാണ് ആ പെൺകുട്ടിയെ ബാധിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. പറഞ്ഞില്ലേ? അപ്പോ അങ്ങനെ ഒരു പേര് പുറത്തു പറയാൻ പാടില്ലാത്തതാണ്, പുറത്തു വരാത്തതാണ് എങ്കിൽ എന്താണ് കാര്യം? ഇന്ന് ലഹരി ഉപയോഗിക്കുന്നയാൾ, നിങ്ങൾ പറഞ്ഞ ലഹരി ഉപയോഗിക്കുന്നയാൾ, ഓട്ടനിൽ നിന്ന് ചാടിയയാൾ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പറയും. തീർച്ചയായും നിങ്ങൾ ചോദിക്കുന്ന ഉത്തരവാ പറയുന്നത് ഒരു നിമിഷം. ഈ കാര്യം അന്വേഷിക്കാൻ അമ്മ ചുമതലപ്പെടുത്തിയത് 3-അംഗ സമിതിയാണ്. ഞാൻ വരാം, ശ്രീ സജീവ് തേടാങ്ങിലേക്ക് വരാം. ആ 3-അംഗ സമിതിയിൽ അംഗമായി വിനു മോഹൻ നടൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ വിനു മോഹൻ, ഇപ്പോ ശ്രീ സജ്ജനന്ദയാട്ട് ഫിലിം ചേംബറിനെ പ്രതിനിധീകരിച്ച് പറയുകയായിരുന്നു, ആദ്യം പരാതി കിട്ടിയത് അമ്മയ്ക്കാണ്. അമ്മ ആ പരാതി പോലീസിന് കൈമാറിയിട്ടില്ല, പിന്നീടാണ് ചേംബറിന് കൈമാറിയത് എന്നുള്ളത്. ഇത്രയും കാലം നമ്മൾ പലരുടെ പരാതിയും പലരുടെ ബുദ്ധിമുട്ടുകളെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ കൃത്യമായൊരു പരാതി ഉണ്ടായിരുന്നില്ല. ഇത്ര ഗൗരവ സ്വഭാവത്തോടുള്ള ഒരു പരാതിയെ എങ്ങനെയാണ് നിങ്ങളുടെ താരസംഘടന കാണുന്നത്? ആ പരാതിയിൽ എന്ത് നടപടിക്കാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത്? അമ്മയിലേക്ക് കിട്ടിയ പരാതി ഇന്നലെ നമ്മൾ സംസാരിക്കുകയും, കാരണം ഒന്നാമത് നമ്മളുടെ മെമ്പർ അല്ലായിരുന്നു, പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഈ ഒരു കാര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഈ ഒരു ധാർമ്മികതയുണ്ട് നമുക്ക്. ഇങ്ങനെയുള്ള ലഹരിക്കെതിരെയുള്ള പോരാടുക എന്ന് പറയുന്നത് ഒരു വലിയ ധാർമ്മികതയാണ് ഏതൊരു വ്യക്തിയുടെ, ഒരു പൗരന്റെ. അപ്പം ആ തരത്തിൽ തന്നെയാണ് നമ്മളുടെ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഈ വിൻസിയോട് സംസാരിക്കുകയും ഈ ഒരു കംപ്ലൈന്റ്, ഈ പരാതിക്ക് എന്താ അതിന്റെ കാര്യങ്ങളും പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്നാണ് ശരിക്കും നമുക്ക് അതിന്റെ ഒരു പരാതി റിട്ടേൺ ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ തുടർന്നുള്ള കൃത്യമായിട്ടുള്ള നടപടികളും കാര്യങ്ങളും നമ്മൾ എടുക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കാരണം ഇന്നിപ്പോ ഞാനൊരു യാത്രയിലാണ്. കാരണം ഒരു ഇമ്മീഡിയറ്റ് ഒരു ഇത് കൂടാനുള്ള ഒരു കാരണം ഇന്നലെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കൃത്യമായി ചർച്ച ചെയ്യുകയും അതിന് വേണ്ട നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടിയും വിൻസിയുടെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മളിത് മൂവ് ചെയ്യുന്നത്. കാരണം അവരാണ് കംപ്ലൈന്റ് തന്നിരിക്കുന്നത്. അവർക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് റെസിസ്റ്റൻസ് അവർ പറഞ്ഞിരുന്നു. ആ റെസിസ്റ്റൻസിനെ നമ്മൾ പൂർണ്ണമായിട്ടും അവർ പറഞ്ഞിരിക്കുന്ന ആ റെസിസ്റ്റൻസിനെ നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ ഇതിനെ ഈ ഒരു നടപടിയുമായിട്ട് മുമ്പോട്ട് പോകുന്നു. ശ്രീ വിനുമോഹൻ, ഒരു കാര്യം ചോദിച്ചോളൂ. ഇതിപ്പോ നിരന്തരമായ പരാതികളാണല്ലോ ശ്രീ വിനുമോഹൻ. ഈ ചർച്ചയിൽ തന്നെ പറയുകയായിരുന്നു, ഇതിനു മുൻപ് സംസ്ഥാനത്ത് ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്തും വിദ്യാർത്ഥികൾ അതിൽ ഉൾപ്പെടുന്ന സമയത്തും ഒക്കെ നമ്മൾ ഈ വിഷയം റൈസ് ചെയ്തിട്ടുണ്ട്. അതായത് സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളെ താരങ്ങൾ എന്നാണ് മനുഷ്യർ സംബോധന ചെയ്യാറ്. അപ്പോൾ അവരൊരു റോൾ മോഡൽ എന്ന നിലയ്ക്ക് നമ്മൾ ആരാധനയോടെ കാണുന്നവരെന്ന നിലയ്ക്ക് കാണുന്നവരാണ്.
തുടരെ ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ, പ്രൊമോഷനുമായി ബന്ധപ്പെട്ട മോശം പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ, അതിൽ തന്നെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പല പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ, കേസുകൾ നിരന്തരം ഉണ്ടാകുമ്പോൾ, സംസ്ഥാനത്ത് എവിടെ നിന്നെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ പിടികൂടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ നടന്മാരുടെ പേര് ഉന്നയിക്കപ്പെടുമ്പോൾ, ഇന്നിപ്പോൾ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നു 3 മണിക്ക് കഞ്ചാവ് ചോദിച്ചിരിക്കുന്നു ശ്രീനാഥ് ഭാസി എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ഇതിലൊന്നും ഒരു സംഘടനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലേ ശ്രീ വിനു മോഹൻ? അല്ല, തീർച്ചയായും പണ്ട് ഇതേപോലൊരു ഇഷ്യൂ വന്നപ്പം കൃത്യമായി സംഘടന ഇടപെട്ടിട്ടുള്ളതാണ്. ഇപ്പോഴും ഈ ഒരു ഇപ്പം നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്ന പരാതി നമ്മളുടെ ഒരു അംഗമല്ലെങ്കിൽ പോലും അതൊരു ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള അവരുടെ പൂർണ്ണ പിന്തുണ നമ്മൾ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള, കാരണം ഇന്നലെ നമ്മുടെ പത്രക്കുറിപ്പിലും അത് കൃത്യമായി തന്നെ പറഞ്ഞതാണ്. അന്ന് പരാതി പോലും ലഭിക്കുന്നതിന് മുമ്പാണ് നമ്മൾ ആ പത്രക്കുറിപ്പിലൂടെ അവർക്ക് പൂർണ്ണ പിന്തുണയും ഇതിന് തീർച്ചയായും പ്രത്യേകിച്ച് ലഹരി എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത്, നമ്മളിപ്പം യുവതലമുറയാണെങ്കിലും ഏതൊരു സമൂഹത്തിന് തന്നെ വലിയൊരു വിപത്താണ്. കാരണം ഞാനൊരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടും പ്രവർത്തിക്കുന്ന ഒരാളാണ്, യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പൊ അതിലും ഈ കുട്ടികൾക്കും ഒക്കെ നമ്മൾ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതാണ്. ഇതിൽ മെയിനായിട്ട് ഓരോ വ്യക്തികളും നമ്മളുടെ വീട്ടിൽ സത്യം പറഞ്ഞ ഇത് ഇൻഡസ്ട്രിയിലുണ്ട്, അതിൽ നമുക്ക് അതിനുള്ള ICC കമ്മിറ്റികളുണ്ട്. അത് വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കുകയും വേണം. ഈ തരത്തിലുള്ള പ്രവണതകൾക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നേരിട്ടാൽ മാത്രമേ. ഒറ്റ കാര്യം കൂടി അങ്ങോട്ട് ചോദിച്ചാൽ ഞാനെങ്കിൽ ബുദ്ധിമുട്ടിക്കില്ല, യാത്രയാണ് എന്ന് പറഞ്ഞതുകൊണ്ടും. ശ്രീ വിനു മോഹൻ, അച്ചടക്ക നടപടികൾ പലപ്പോഴും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അമ്മ വളരെ വേഗത്തിൽ സ്വീകരിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഇത്തരം ഗുരുതരമായ പരാതി ഉണ്ടായിട്ടും ഇതുവരെ ഒരു നടപടിയിലേക്ക്, അതായത് ഇപ്പോൾ ഡാൻസ് ഓഫ് സംഘം പരിശോധനയ്ക്ക് എത്തുമ്പോൾ അവിടെ ത്രില്ലർ സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള നിയമത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണല്ലോ നടന്നത്. തെറ്റു ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് തെളിയിക്കേണ്ടതാണ്. എങ്കിലും തെറ്റു ചെയ്തോ എന്ന് നിയമ സംവിധാനത്തിന് തെളിയിക്കാനുള്ള സമയം അത് നിഷേധിച്ചുകൊണ്ടുള്ള രക്ഷപ്പെടലാണ് നടന്നത്. നിങ്ങൾക്ക് അച്ചടക്ക നടപടി സ്വീകരിക്കാവുന്നതാണ്. അല്ല, തീർച്ചയായിട്ടും അമ്മയുടെ ഇതിലുള്ള നടപടികൾ കൃത്യമായി പോകും. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അടുത്ത ജനറൽ ബോഡി വരുമ്പോഴാണ് ഇതിന്റെ ഒരു പൂർണ്ണ അധികാരത്തോടുള്ള ഒരു കമ്മിറ്റി ഫോം ആവുള്ളൂ. ഇപ്പോൾ ഒരു അഡ്ഹോ കമ്മിറ്റിയിലാണ് നിൽക്കുന്നത്. അതിന് ഒരു നിയമപരമായിട്ടുള്ള പല പരിമിതികളുമുണ്ട്. പല രീതിയിലുള്ള അച്ചടക്ക നടപടികളോ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നടക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾ കഴിയുന്ന ഒരു ജനറൽ ബോഡിക്കാണ് അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു ജനറൽ ബോഡിക്കുമാണ്. അപ്പൊ അതിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ പറ്റൂ. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ വിനു മോഹൻ ഈ സമയത്ത് ഞങ്ങളോട് സംസാരിച്ചതിന്. സംഘടനകൾക്ക് കൃത്യമായും ഈ പറയുന്ന പരിമിതികൾ ഉണ്ടായിരിക്കാം, പക്ഷെ നിയമത്തിന് പരിമിതിയില്ല. സംഘടനകൾക്ക് ബാധ്യതയുള്ള ഒന്ന്, അവനവർക്ക് കിട്ടുന്ന പരാതി പോലീസിന് നിയമവ്യവസ്ഥയ്ക്ക് കൃത്യമായ സമയത്തിനുള്ളിൽ കൈമാറുക. അല്ലാതെ മുഴുവൻ സമ്മർദ്ദവും ഒരു പെൺകുട്ടിയുടെ തലയിൽ കൊണ്ടുവച്ചിട്ട് ആ സമ്മർദ്ദങ്ങളുടെ മുഴുവൻ കൊടുങ്കാറ്റിൽ നടുക്ക് ആ പെൺകുട്ടിയെ തന്നെ എടുത്തു വെച്ചിട്ട് ആ പരാതി പിൻവലിക്കാനുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് പിൻവലിക്കുന്ന ഘട്ടം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നിയമത്തിന് കൈമാറാമെന്ന നില സ്വീകരിക്കുന്നത് ഒരു കുതന്ത്രമാണ്. പല്ലിശ്ശേരിക്ക് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാളാണ്. ഫിലിം ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിലേക്ക് തിരികെ വരാൻ ഇടവേളയ്ക്ക് തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ പല്ലിശ്ശേരി, ഇതിപ്പോ സിനിമാ മേഖലയെ അടച്ചാക്ഷേപിക്കുന്നു, സിനിമാ മേഖലയെ മാത്രം വേട്ടയാടുന്നു, സിനിമാ മേഖലയിൽ ഉയർന്ന പരാതികൾക്ക് മാത്രമായി വലിയ സ്പേസ് കൊടുക്കുന്നു തുടങ്ങിയ ഒരുപാട് ഇരവാദങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ നിരന്തരം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, ഇപ്പോൾ ലഹരി, സമൂഹത്തിനെതിരായ വെല്ലുവിളി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വരികയാണ്. എങ്ങനെയാണ് സമൂഹം ഇത് ചർച്ച ചെയ്യാതെ പോവുക? ഇത് നിലയ്ക്ക് നിർത്തേണ്ടത് സമൂഹത്തിന്റെ കൂടി ആവശ്യമായി മാറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെയൊക്കെ ഈ പ്രകടനം മുഴുവൻ കാണുന്നത് കുഞ്ഞുങ്ങൾ കൂടിയാണല്ലോ, അതുകൊണ്ടാണ്. സുപ്രീം കോടതിയിൽ ഒരു വിധിയുണ്ട്, സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും അന്തസ്സുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ടു കൂട്ടരും, ആണായാലും പെണ്ണായാലും സ്ത്രീയായാലും പുരുഷനായാലും നടനായാലും നടിയായാലും ആരാണോ ലഹരി ഉപയോഗിക്കുന്നത് അവരെല്ലാം കുറ്റവാളികൾ തന്നെയല്ലേ, ആ സ്ഥാനത്തല്ലേ? ഈ ഷൈൻ ടോം ചാക്കോൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ തുടങ്ങിയതാണോ ഇത്? വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ലഹരിയുടെ ഉത്ഭവം, ലഹരി എവിടെ വരുന്നു, ശ്രീലങ്ക വഴി ഇന്ത്യയിലെത്തുന്നു, ഇന്ത്യയിൽ നിന്ന് കേരളത്തിലെത്തുന്നു, ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ വ്യക്തമായി എഴുതിയൊരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. അത് വന്നു ചേരുന്നതിൻ്റെ ഭൂരിഭാഗം സിനിമയിലാണ് എന്ന് പറഞ്ഞിരുന്നു. സിനിമയിലാണ് എന്ന് പറയാൻ കാരണം നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം അതിലെ മുഖ്യപ്രതിയായ പലരും ഈ ലഹരി ഉപയോഗപ്പെടുത്തിയിരുന്നു പറഞ്ഞിരുന്നു. ഒരു നടപടി ഉണ്ടായില്ല, ഒരു അന്വേഷണം ഉണ്ടായില്ല. കാരണം സിനിമയെ കാണുന്നത് വലിയൊരു ചക്കരക്കുടമാണ്, പലർക്കും സ്വാധീനിക്കാൻ പറ്റിയൊരു മേഖലയാണ് എന്ന് ആലോചിക്കണം. അവിടെ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ല, ശിക്ഷിക്കപ്പെടുന്നില്ല, മുകളിൽ നിന്ന് വിളിയുണ്ടാകുന്നു, അധികാര കേന്ദ്രങ്ങളിലുള്ളവർ സംരക്ഷണം ഏർപ്പെടുത്തുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ വർഷങ്ങൾക്കും വേറൊരു കാര്യം കൂടി ആലോചിക്കണം, ഇതിലൊരു പുരുഷൻ മാത്രമല്ല. ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ തൊട്ടുപുറകെ ആലപ്പുഴയിലൊരു ഹോട്ടലിൽ നടന്ന സംഭവം ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു.
അന്ന് ഞാൻ ആ നടിയുടെ പേര് പറഞ്ഞിരുന്നില്ല. ആ നടിക്ക് പേര് പറയാതെ തന്നെ അന്ന് സംഭവിച്ചത് ആ നടി ലഹരി ഉപയോഗിച്ച് ബോധമില്ലാതെ തൻ്റെ സൂട്ട് റൂമിൽ കിടന്നിരുന്ന് ആലോചിക്കണം, ഡോറ് അടച്ചിരുന്നില്ല. പിന്നീട് സംഭവിച്ചത് ഒരു തരത്തിലുള്ള ബലാത്സംഗമായിരുന്നു ആലോചിക്കണം. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടും ഇത് ഈ നടിക്കറിയാമായിരുന്നിട്ടും ഈ നടി ഒരു പരാതി കൊടുത്ത് കണ്ടില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, സിനിമയിലെ പ്രത്യേക രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ തന്നെ ആണും പെണ്ണും ലഹരി ഉപയോഗിക്കാറുണ്ട്. ആണ് മാത്രമല്ല, ചില പ്രത്യേക രംഗങ്ങൾക്ക് പലരും പുറത്തു പറയുന്നില്ല. പിന്നെ വന്ന് കാരവൻ സംസ്കാരം എന്ന് മലയാള സിനിമയിൽ വന്നു. അന്ന് രഹസ്യ സ്വഭാവം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ആ രഹസ്യ സ്വഭാവത്തിൽ അവിടെ നടക്കുന്നത് എന്താണ് എന്ന് പലർക്കും അറിയുന്നില്ല, അറിഞ്ഞാൽ പറയുകയുമില്ല. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ആർക്കാണ് അറിയാത്തത്? സംഘടനകൾ കൊണ്ട് ഇതെല്ലാം നടപ്പിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് പറയാനുള്ള ബഹുമാനപ്പെട്ട സംസ്ഥാന മന്ത്രിസഭയോടാണ് ആലോചിക്കണം. ആ മന്ത്രിസഭ വിചാരിച്ചാൽ ഒരു ദിവസം കൊണ്ട് ഇതിനൊക്കെ അറുതി വരുത്താൻ പറ്റും. കാരണം ഇവിടെ ജലപ്രളയം ഉണ്ടായിട്ടുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ച് പോകാൻ ഭരണകൂടങ്ങൾക്കും ജനക്കൂട്ടത്തിനും കഴിഞ്ഞിരിക്കും എന്നുള്ളതാണത്. ഒരുമിച്ച് നിന്നാൽ ഇതില്ലാതാക്കാൻ കഴിയും. ഞാനൊരു ഷൈൻ ടോം ചോക്കേലിക്ക് മാത്രമൊന്നുമല്ല, ഇവിടെ എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് യുവാക്കളുടെ സംഘം, സിനിമയുടെ സംഘം, അവരുടെ പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് കൂത്താടി നടന്ന സംഭവങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് പുരുഷന്മാരുടെ മാത്രം. അപ്പുറത്ത് പല ഫ്ലാറ്റുകളിലും സ്ത്രീകൾ, സിനിമാ നടികൾ, സിനിമയുമായി ബന്ധപ്പെട്ടവർ തനിച്ച് താമസിച്ചുകൊണ്ട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ചിത്രീ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ ഒരൊറ്റപ്പെട്ട സംഭവം വന്നിരിക്കുന്നു. വിൻസി പറഞ്ഞൊരു കാര്യം, ഞാൻ ആ വിൻസി പരാതി കൊടുത്ത കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇവിടെ ചോദ്യം അവശേഷിക്കുന്നു, എവിടെ വെച്ച് എന്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്? സൂത്രവാക്യം സിനിമയുടെ ലൊക്കേഷൻ വെച്ചാണെന്നാണ് എൻ്റെ അറിവ്. ആ സൂത്രവാക്യം ലൊക്കേഷൻ വെച്ചാണെങ്കിൽ ഇത് ഇത്രയും സമയമെടുക്കാൻ കാരണം എന്താണ്? അന്ന് ആ ലൊക്കേഷനിൽ എന്താണ് സംഭവിച്ചത്? ഷൈൻ ടോം ചാക്ക എന്താണ് പറഞ്ഞത്? ലഹരി, ഏത് ലഹരി അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ഈ നടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, ലഹരി ഉപയോഗിച്ചിട്ട് ഏത് ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് കണ്ടുപിടിച്ച് ശിക്ഷിക്കാനുള്ള വകുപ്പ് ഉണ്ടാകുമായിരുന്നു. ഇതൊന്നും പറയാതെ കുറേ കഴിഞ്ഞതിന് ശേഷം പല കേസുകളും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല കേസുകളും വളരെ വൈകിട്ട് നടക്കുമ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെടാൻ പറയുന്നില്ല, ഇത് തെളിവുകൾ ഉണ്ടാകാൻ പറ്റുന്നില്ല. അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പോഴും ആ പെൺകുട്ടി ചെയ്യുന്നത്. അവരിപ്പോഴും അനുഭവിക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് അവരും, അതായത് അവരുടെ കരിയറിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോഴുണ്ടാകുന്നത്. ഇത് ഇന്നിപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കണ്ടു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ശ്രീനാഥ് ഭാസി പ്രൊഡ്യൂസറോട് ലഹരി ചോദിച്ച ആളാണ്, ഇനി നമ്മുടെ സിനിമയിൽ ഇവർ വേണ്ട എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നടക്കാൻ പോകുന്നത് എന്താണ്? നടക്കാൻ പോകുന്നത് വിൻസിയൊക്കെ പരാതി കൊടുക്കുന്ന ടൈപ്പാണ്, അതുകൊണ്ട് വിൻസിയെ നമുക്കങ്ങ് മാറ്റി നിർത്തിയേക്കാം എന്ന നിലയ്ക്കാണെന്ന് ഫേസ്ബുക്കിൽ ആളുകൾ എഴുതുന്നതാണ്. പക്ഷെ നടക്കാൻ പോകുന്ന അതാണ് എന്ന് നമുക്കറിയാം. വിൻസിയെ ഞാൻ കുറ്റപ്പെടുത്തി. വിൻസിയെ മാത്രമല്ല, ഞാൻ ഒരു സ്ത്രീകളെയും കുറ്റപ്പെടുത്താറില്ല. പക്ഷെ ഇവിടെ നടന്നത് ആ സംഭവം അപ്പോൾ തുറന്നു പറഞ്ഞില്ല, കുറേ കൂടി ശക്തമായ തെളിവുകൾ കിട്ടുമായിരുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ പരിശോധിച്ചാൽ ലഹരി ഉപയോഗിച്ചൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല, നിരപരാധിയാണെന്ന് വരുന്നു. ആ കേസിൽ നിന്ന് വെറുതെ വിടാൻ സഹായിക്കും എന്നുള്ളതാണത്. പിന്നെ എന്തോ പരിശോധിക്കാൻ കഴിയില്ലല്ലോ, ഇറങ്ങി ഇവിടെ സംഭവിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കാൻ പോകുന്നത്? രക്ഷപ്പെട്ടു പോയെങ്കിലും ആ മുറിയിൽ നിന്ന് ലഹരി കണ്ടെടുക്കാൻ പറ്റിയോ? എന്തുകൊണ്ട് അപ്പോൾ രക്ഷപ്പെട്ടു പോയ ഷൈൻ ടോം ചാക്കോയെ കണ്ടുപിടിക്കാനുള്ള എല്ലാ സംവിധാനമുണ്ട്. CC അടക്കമുള്ള പതിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട്. എവിടെ പോയി, എവിടെ ഒളിച്ചു, അല്ലെങ്കിൽ ആര് സംരക്ഷിച്ചു എന്ന് കണ്ടുപിടിക്കുക യാതൊരു വിഷമവുമില്ല. അപ്പം അങ്ങനെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടില്ല, പരിശോധന നടത്തിയിട്ടില്ല. ഇതൊക്കെ സത്യസന്ധമായ അന്വേഷണമാണെങ്കിൽ, ഇതിനോട് നീതിപൂർവമുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പിന്നെ സിനിമാ സംഘടനകൾ അവരൊന്നും ഇത് ഇടപെട്ടിരുന്നെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സിനിമാ രംഗം സംശുദ്ധമായെന്ന് ആലോചിക്കണം. എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ എല്ലാ രംഗത്തും പരിശോധനകളുണ്ടെന്ന് ആലോചിക്കണം. സിനിമാ രംഗത്ത് ഏത് രീതിയിലുള്ള പരിശോധനയാണ് നടക്കുന്നത്? അഭിനയിക്കാൻ പോകുന്നവരെ പരിശോധിക്കുന്നുണ്ടോ? സീൻ എടുക്കുമ്പോൾ പരിശോധിക്കുന്നുണ്ടോ? സീൻ എടുക്കുമ്പോൾ തന്നെ ആലോചിക്കുക, ഒരു സീൻ മാത്രം അത് ഓക്കെ ആയി കഴിഞ്ഞാൽ പോലും പല സീനുകൾ എടുത്തുകൊണ്ട് എൻജോയ് ചെയ്യുന്ന നടന്മാരുണ്ടെന്ന് ആലോചിക്കണം.
അപ്പോൾ പോലും ഒരു നടിയും പരാതിപ്പെട്ട് കാണില്ല. പരാതിപ്പെടാതിരിക്കാൻ കാരണം എന്താ? പരാതിപ്പെട്ടാൽ അവസരങ്ങളില്ലാതാകുന്നു. അല്ല, അത്തരം പരാതികളൊക്കെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഉയർന്നതാണ്. ഇതേ പരാതി ഉയർന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആ പരാമർശം ഉണ്ടാവുകയും ചെയ്തതാണ്. അതിന്റെയൊക്കെ ഏറ്റവും അതിലൊക്കെ നടക്കുന്ന ഒരു കാര്യം മധു, ഞാൻ പറയട്ടെ, ഹേമ കമ്മിറ്റി വന്ന് എന്നാണത്? ഹേമ കമ്മിറ്റിക്ക് മുമ്പ് തന്നെ എത്രയോ നടന്നുകൊണ്ടിരിക്കുകയാണത്. ഈ ഹേമ കമ്മിറ്റിയിൽ ഞാൻ അന്നും പറഞ്ഞു, ഹേമ കമ്മിറ്റിയിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 3 പേരിൽ ഒരാള് ഈ ഹേമ കമ്മിറ്റി ഇരിക്കാൻ യോഗ്യതയുള്ള സ്ത്രീയല്ല, നടിയല്ല എന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ആലോചിക്കണം. അത് പല കാരണങ്ങളുണ്ട്. ഇവിടെ അത് പറ്റില്ല. സംശുദ്ധമായിട്ട് സിനിമയുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന, സിനിമയുടെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയല്ല ഇത്തരം കമ്മിറ്റികൾ ഇരിക്കേണ്ടത്. അന്നും പറഞ്ഞിരുന്നു. അവരെ മാറ്റി നിർത്തിയോ? അവർ മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ? പരാതി ഇല്ലെങ്കിൽ അന്വേഷിക്കേണ്ട എന്നാറുണ്ട്. അന്നും പറയുന്നത് പരാതി പറഞ്ഞാൽ, എൻ്റെ പേര് പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും ഇവിടെ. ഞങ്ങൾ എഴുത്തുകാർക്ക് പോലും പ്രശ്നങ്ങളുണ്ട്, ഭീഷണിയുണ്ട്. ആ ഭീഷണിയെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ശരി, ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇപ്പോ ഇതിൽ പരാതി പറഞ്ഞ വിൻസി അനുഭവിക്കുന്ന മാനസികമായ ഒരു ആശങ്ക, ഇന്നവർ വളരെ വികാരവിക്ഷുബ്ധയായിരുന്നു, കരഞ്ഞുകൊണ്ടാണ് പലരോടും സംസാരിച്ചത്. ഒന്ന്, അതിലിരയാകാൻ പോകുന്നത് താനാണ് എന്ന നല്ല ബോധ്യം ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു സിനിമയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിന് വഴിവെച്ചു കൊടുത്തു എന്ന തരത്തിലുള്ള പരാതി ഇതിനകം തന്നെ ഉയർന്നു വന്നിരിക്കുന്നു. അവർ ആ സമയത്ത്, ഒരുപക്ഷെ ആ സിനിമയുടെ ആ ചിത്രീകരണ സമയത്ത് പരാതി കൊടുക്കാതിരുന്നത് ആഗ്രഹിച്ച ആ ഒരു പടത്തിലേക്ക്, ഒരുപക്ഷെ എത്രയോ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഒരു സിനിമ തുറന്നു കിട്ടിയ കുറെ മനുഷ്യരുടെ കരിയർ അവരുടെ മുന്നിൽ ചോദ്യം ചിഹ്നമായി നിന്നുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ പടത്തിന് വേണ്ടിയിട്ട് പണം മുടക്കിയ ആളുകളുടെ അവസ്ഥയെ പറ്റി ചിന്തിച്ചിട്ടായിരിക്കാം. ഇതിപ്പോൾ ആ സിനിമയെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന കുറ്റപ്പെടുത്തലുകൾക്ക് താൻ ഇരയാകുമോ എന്ന് അവർ വല്ലാതെ ഭയക്കുന്നുണ്ട്. ഇത് എങ്ങനെ തുറന്നു പറയും? ഇതിൽ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങളും ഉണ്ട്. ഒന്ന്, ഓരോ വിഷയവും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിക്കുള്ളിൽ വളരെ സൗഹൃദമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഒരു സൗഹൃദ സംഭാഷണത്തിലും അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലും നടക്കുന്ന പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. അതായത് പരാതികൾ ഒരുപാട് നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. ഞാനും അതിനൊക്കെ ഇരിക്കാറുണ്ട്. എന്നിട്ട് ഈ പെൺകുട്ടികൾ വന്ന് പറയുന്ന എന്താണെന്നറിയോ? ഇവർ തന്നെ പറയും, സാറേ ഇത് ഇപ്പം സംഘടന സ്വമേധയാ എന്തുകൊണ്ട് പിന്നെ ഈ പരാതി കിട്ടിയ ഉടനെ പോലീസിലേക്ക് പോകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. വളരെ ഗുരുതരമായ പരാതികൾ സംഘടനയുടെ മുമ്പിലേക്ക് വരുമ്പോൾ, അയ്യോ ഇത് പോലീസിലേക്ക് പോകേണ്ട ഒരു കാര്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ കൂടെ വരാം, നമുക്ക് പോലീസിൽ പരാതിപ്പെടാം എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടികൾ പറയുന്നത്, അയ്യോ പോലീസിലൊന്നും പോകണ്ട, ഇത് സംഘടനയ്ക്കുള്ളിൽ പറഞ്ഞു തീർത്താൽ മതി. ഇത് 1-2 കേസല്ല മാധു, ഇത് നിരവധി കേസുകൾ, വളരെ ഗുരുതരമായ കേസുകൾ ഞാൻ പ്രത്യക്ഷത്തിൽ കണ്ടിട്ടുള്ള, നേരിട്ടിട്ടുള്ള വിഷയമാണ്. എന്നിട്ട് പല കുട്ടികളും പറയണത് എന്താ അറിയോ? എനിക്ക് കോമ്പൻസേഷൻ മതി. ഒരു എമൗണ്ട് വാങ്ങി അത് സെറ്റിൽ ചെയ്യാണ് ചെയ്യുന്നത്. നേരത്തെ ഈ പറഞ്ഞ മാതിരി സംഘടനയ്ക്ക് പരാതി കിട്ടിക്കഴിഞ്ഞാൽ സംഘടന സ്വമേധയാ മുമ്പോട്ട് പോകുമ്പോൾ ഈ പരാതി തന്ന ആൾ അതിനോടൊപ്പം സഹകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ പോയി പരാതി പറഞ്ഞു കുറേയധികം സ്ത്രീകൾ. നമുക്കൊരു അന്വേഷണ കമ്മീഷൻ ഉണ്ടാക്കി, SIT. അവരെത്ര പേരെ വിളിച്ചു ചോദിച്ചു, അവരെല്ലാവരും പറഞ്ഞു എന്താണ്? ഞങ്ങൾ വന്ന് മൊഴി തരില്ല, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരില്ല, ഞങ്ങളത് പിന്നെ കമ്മിറ്റിയുടെ മുമ്പിലാണ് ഞങ്ങൾ പറഞ്ഞത്. അതൊന്ന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ നേരത്തെ ശ്രീ പല്ലിശ്ശേരി അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കുറേ ചർച്ചകൾ ഞാനും സംസാരിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന, വ്യക്തിപരമായിട്ട് അറിയാവുന്ന പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെ ഇത് പുറത്തു പറയാൻ പറ്റും? മറ്റൊരു കാര്യം, ഇപ്പോൾ പല്ലിശ്ശേരി കുറച്ചു മുമ്പേ പറഞ്ഞു, എന്തുകൊണ്ട് അന്ന് ആ സംഭവം നടന്നപ്പോൾ തന്നെ പരാതി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ആ സെറ്റിൽ ICC ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ വിൻസി അവരോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നൊരു ചോദ്യം എനിക്കും ചോദിക്കാനുണ്ട്. അങ്ങനെ പരാതി പറഞ്ഞിട്ടില്ല എങ്കിൽ യഥാർത്ഥത്തിൽ അപ്പോൾ ഈ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി എന്ന് പറയുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം. ഇനി ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ പോലും അവിടെയും ചെന്ന് ഞങ്ങൾ പേഴ്സണലി പറഞ്ഞതാണ് കേട്ടോ, ഇതിനി ഒരു വലിയ ഇഷ്യൂ ഒന്നും ആക്കണ്ട, നമുക്ക് വീണ്ടും ഇവിടെ ജീവിക്കണമല്ലോ, സിനിമ ചെയ്യണമല്ലോ
ഇത് ആൺകുട്ടികളുടെ മാത്രം പ്രശ്നമല്ല. ശ്രീമതി ഭാഗ്യലക്ഷ്മി, അവിടെ ഒരു പ്രശ്നം വിൻസി പറഞ്ഞു എന്നുള്ളത് അവിടെ നിൽക്കുന്നു. ഇതേ ചിത്രത്തിന്റെ ഷൂട്ടിനിടയിൽ ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കണ്ണ് ചീർത്ത് വന്നിട്ട് ഷൂട്ട് മുടങ്ങിയിരുന്നു എന്നടക്കം പറയുന്നു. അപ്പൊ വിൻസിക്ക് മാത്രമേ അവിടെ കണ്ണും കാതുമുള്ളോ? ഷൂട്ട് മുടങ്ങുമ്പോൾ അതിന് കാരണം ഒരു നടൻ ലഹരി ഉപയോഗിച്ചതാണെങ്കിൽ അതിന്റെ പ്രൊഡ്യൂസർക്ക് പരാതിയില്ല, അതിന്റെ സംവിധായകന് പരാതിയില്ല, എൻറ്റയർ ക്രൂവിന് പരാതിയില്ല, ICCക്ക് സ്വന്തമായിട്ട് ഇതൊന്നും കാണാനുള്ള കണ്ണും കാതുമില്ല. ഇതെന്താ നടക്കുന്നത്? ഇതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം. ഇവിടെ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ പലരും നിശബ്ദരാകുന്നുണ്ട്. ഒരു കാരവാനകത്ത് എന്താ പറയാ, മേഘം എന്നുപോലെയാണ് അതിനകത്ത് പുക എന്ന് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആ സമയത്ത് അവർക്കെതിരെ ഇവർക്ക് നടപടിയെടുക്കാൻ പറ്റുന്നില്ല? ആ സെറ്റിൽ നിന്ന് പുറത്താക്കണം. നിയമപരമായി അവർക്ക് നടപടിയെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ സിനിമയിൽ താങ്കൾ അഭിനയിക്കണ്ട എന്ന് പറയാനുള്ളൊരു ധൈര്യം, ഒരു ആർജവം തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സ് കാണിക്കണം. അത് കാണിക്കാത്തത് കൊണ്ടാണ് ഒരു പരിധിവരെ ഇവർ വിചാരിക്കുന്ന എനിക്കിവിടെ മാർക്കറ്റുണ്ട്, ഞാനാണ് ഇവിടെ സിനിമ ഭരിക്കുന്നത്, എൻ്റെ അധികാരത്തിലാണ് സിനിമ. അതാണ് നടന്മാരുടെ ഏറ്റവും പ്രധാന മുദ്രാവാക്യം. ഇവിടെ നിർമ്മാതാവോ സംവിധായകനോ ഒന്നും അല്ല ഇന്നത്തെ മലയാള സിനിമയിൽ. ഇന്ന് സിനിമ ഭരിക്കുന്നത് നടന്മാരാണ്. നടന്മാർ മാത്രമാണ് ഇന്ന് സിനിമ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ വലിയ ഇത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഇന്റർവ്യൂവിൽ ആ ഇന്റർവ്യൂ നടത്തിയ പെൺകുട്ടിയോട് മോശമായി പെരുമാറുന്നു, വലിയ വിവാദമാകുന്നു. ഈ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് മുൻപുണ്ടായ പ്രശ്നങ്ങൾ, ഈ ശ്രീനാഥ് ഭാസിയെ 3 മണിക്ക് കഞ്ചാവ് ചോദിച്ചു എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഇന്ന് മാധ്യമങ്ങളോട് പറയാണ്. വലിയ താരങ്ങളൊന്നും, മലയാള സിനിമയെ ചുമലിൽ എടുത്തു വെച്ചിരിക്കുന്ന താരങ്ങളൊന്നുമല്ലല്ലോ നിങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരാൾ എന്നൊരു ചോയ്സ് ഇല്ലാതെ പോയോ? എൻ്റെ മാധു കാണുന്നില്ലേ സോഷ്യൽ മീഡിയയിൽ എന്തുമാത്രം പൊതുജനങ്ങളാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? പൊതുജനത്തിന്റെ സപ്പോർട്ടാണ് ഇവർക്ക്. സിനിമ ആരാണ് കാണേണ്ടത്? പൊതുജനമാണ് കാണേണ്ടത്. അവിടെ താഴെ വന്നിരുന്ന് ഹണി റോസിനെ ആണെങ്കിലും വിൻസിയെ ആണെങ്കിലും അതിജീവിതയാണെങ്കിലും എല്ലാവരെയും താഴെ വന്ന സ്ത്രീകളെയല്ലേ ഈ തെറി വിളിക്കുന്നത് മുഴുവനും? ഈ തോന്നിവാസം മുഴുവനും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അവർക്ക് ആർക്കും ഒരു കുറ്റവും ഇല്ല. അവരെ ആ സമൂഹം തന്നെ അവരെ അങ്ങ് അംഗീകരിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ പ്രശ്നം പ്രൊഡ്യൂസേഴ്സ് വിചാരിക്കണം ഇയാൾക്ക് മാർക്കറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഇവർക്കൊക്കെ മാർക്കറ്റ് ഉണ്ട്. ഇവരെയൊക്കെ കാണുമ്പോൾ കൈയടിച്ച് വിസിലടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, ആസ്വദിക്കുകയാണ്. അവരുടെ ഈ അശ്ലീല കമന്റുകളും ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളും എല്ലാം ആസ്വദിക്കുകയാണ് ഈ സമൂഹം. ഇത് സമൂഹം ആസ്വദിക്കുമ്പോൾ നമ്മുടെ നിർമ്മാതാക്കളോ സംവിധായകരോ അവന് ഭയങ്കര ഫാൻ ഫോളോവേഴ്സ് ഉള്ള ആളാകട്ടോ. അവനെ ഭയങ്കര ഈയിടെ ഞാൻ ഇന്നലെ എങ്ങാണ്ട് ഒരു വീഡിയോയിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ഒരു യൂട്യൂബർ, അയാൾ സിനിമയിൽ അഭിനയിക്കും, അയാൾ തിയേറ്ററിൽ വരുമ്പോഴേക്കും അയാൾ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ത് മോശമായിട്ടാണ് നടിമാരുടെ കാര്യത്തിൽ അയാൾ പ്രസ്താവനകൾ പറയുന്നത്. ആ ആൾ ഒരു സിനിമയിൽ അഭിനയിച്ച് അയാൾ തിയേറ്ററിൽ വരുമ്പോഴേക്കും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു ആളുകൾ. ആരാണ് അയാൾ? ആരുമല്ല. എന്നിട്ടും ആളുകൾ അയാളെ പ്രോത്സാഹിപ്പിക്കുന്നു. പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിന് കേസുള്ള ഒരാൾ, അദ്ദേഹത്തിനാണ് ഈ ഫാൻ ബേസ്. അതെ, അതാണ്. അതെ, അങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ഒരു ഫാൻ ഫോളോവേഴ്സിന്റെ ഒരു എന്താ പറയുക ഒരു കവചം ഇവർ തീർത്തു വെച്ചിട്ടുണ്ട്. അത് പ്രൊഡ്യൂസേഴ്സോ സംവിധായകരോ മനസ്സിലാക്കുന്നു. ഇവരാണ് എൻ്റെ സിനിമ കാണുന്നവർ, ഇവരാണ് എനിക്ക് പൈസ ഉണ്ടാക്കുന്നവർ. അതുകൊണ്ട് ഇവർക്ക് ആ നടനെതിരെ ആ വ്യക്തിക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ സാധിക്കുന്നില്ല. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ശക്തമായ തീരുമാനം എടുക്കണമെങ്കിൽ ഇപ്പൊ തന്നെ നോക്കൂ, വിൻസിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഹണി റോസിന്റെ കാര്യത്തിൽ മലയാള സിനിമയിലെ എത്ര സ്ത്രീകൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ പുറത്തേക്ക് വന്നു? നമ്മൾ എന്തിനാണ് സംഘടനയും നിർമ്മാതാക്കളുടെ സംഘടനയും ടെക്നീഷ്യൻ സംഘടന അവരെയൊക്കെ നമ്മൾ എന്തിനാ പറയുന്നത്? ഇവിടെ കൂടെ അഭിനയിക്കുന്ന എത്ര സ്ത്രീകൾ ആ പെൺകുട്ടികൾക്ക് വേണ്ടി പുറത്തു വന്നു? നമ്മൾ കുറച്ചു പേർ മാത്രം. അതിൻ്റെ അർത്ഥം എന്താണ്? വേറെ ആർക്കും പരാതിയില്ലല്ലോ, നിങ്ങൾക്ക് മാത്രമല്ലേ പരാതി? ഇതാണ് അവിടുത്തെ പറയുന്ന ഒരു വാചകം. മറ്റാർക്കും പരാതിയില്ലല്ലോ. ആ സെറ്റിൽ ഇതേ ആൾ മറ്റു പല നടികളോടും ഇത്തരത്തിൽ സംസാരിച്ചിരിക്കാം.
ഇതുപോലെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് അയാൾ അഭിനയിച്ചിരിക്കാം. അവരാരും പരാതി പറഞ്ഞിട്ടില്ല. ഇത് അയാൾക്ക് വളം വെച്ച് കൊടുക്കലല്ലേ? അപ്പൊ നിർമ്മാതാവും സംവിധായകനും മറ്റുള്ളവരൊന്നും അയാൾ ഇതിനു മുമ്പ് നിങ്ങളുടെ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് മറ്റേയാളുടെ ഷോട്ട് എടുത്തില്ലേ? ആ പുരുഷന്മാരും കൂടെ അഭിനയിക്കുന്നുണ്ട്. ഇവര് ഉപയോഗിച്ചോട്ടെ, ഇവര് ലഹരി ഉപയോഗിച്ചോട്ടെ, ഇവര് മദ്യം ഉപയോഗിച്ചോട്ടെ, എന്തും അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷേ അത് അവരുടെ സ്പേസിൽ അവർ ഉപയോഗിച്ചോട്ടെ. എന്തിനാണ് കൂടെ അഭിനയിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുന്നത്? കൂടെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് എന്തുമാത്രം അരോചകമാണ്, അസഹനീയമാണ് എന്നൊരു ബോധം അവർക്ക് വരാത്തത് എന്തുകൊണ്ടാ? തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് എന്നുള്ള ധൈര്യമാണത്. ഇന്നിപ്പോ ഹോട്ടലിലേക്ക് പോലീസുകാർ കയറി ചെല്ലുമ്പോഴേക്കും അന്ന് ഹോട്ടലുകാർ പറഞ്ഞു എന്താണ്, ആരുടെയോ ഓൺലൈൻ വഴിയാണ് റൂം ബുക്ക് ചെയ്തതെന്ന്. നമ്മൾ ചോറൊക്കെ കൊണ്ട് തന്നെയല്ലേ ഇവിടെ ജീവിക്കുന്നത്. നമ്മൾ അവിടെ ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ എനിക്കൊക്കെ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം പറയാം. ഞാൻ ചിലപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോട് പറയും എനിക്കൊരു റൂം ബുക്ക് ചെയ്ത് തരും. പേഴ്സണലാണെങ്കിലും നമ്മൾ പ്രൊഫഷണലി ആണെങ്കിലും ആ പ്രൊഡക്ഷൻ മാനേജർ അവർക്ക് ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ റൂം ബുക്ക് ചെയ്ത് തരും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ ഐഡന്റിറ്റി കാർഡ് അവർ ചോദിക്കുന്നുണ്ട്, നമ്മുടെ പേര് ചോദിക്കുന്നുണ്ട്. പോലീസിനോട്, അതായത് നിയമ സംവിധാനത്തോട് പറയാണ് ഞങ്ങൾ നിയമം പാലിച്ചില്ല എന്ന്. അതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രം നടക്കുന്നതാണ്. ഇതിൽ ആരൊക്കെയാണ് അവരെ സഹായിക്കുന്നതെന്ന് നോക്കൂ. ഡാൻസ് സംഘം അവിടേക്ക് എത്തുന്നുണ്ട് എന്ന വിവരം കൃത്യമായി. അപ്പൊ ഇത് ആരൊക്കെയാണ് അവരെ സഹായിക്കുന്നതെന്ന് നോക്കൂ. മുഖതാവിൽ അറിയിക്കാൻ കൂടി സജ്ജമായി നിന്ന ആളുകളെയാണ് അവിടെ നമ്മൾ ഈ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്തത്. ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ ഡാൻസ് ഓഫ് സംഘം അവിടെ പരിശോധനയ്ക്ക് വരുന്നു, അത് കൃത്യമായി അറിയുന്നു. ജനലിലൂടെ സ്വിമ്മിംഗ് പൂളിൽ ചാടി അവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്ന ബൈക്കിൽ നിന്ന് സിനിമാ സീനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള രക്ഷപ്പെടലൊക്കെയാണ്. അപ്പോ പോലീസിന്റെ കണ്ണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പച്ച വെളിച്ചത്തിൽ മൂടി വെച്ചിട്ട് ഒരു നാണക്കേടുമില്ലേ? നോക്കുകുത്തിയായി പോലെ നമ്മുടെ നിയമം. തീർച്ചയായിട്ടും അതിനോട് ഞാൻ യോജിക്കുന്നത്. എനിക്ക് വേറൊരു കാര്യം പറയാം. അതായത് ഇവിടുത്തെ ഈ സിനിമാ സംഘടനകളാണ് ഒന്നാമത്തെ കുറ്റവാളികൾ. ഇവർക്ക് തിലകനെ പോലെയുള്ള മഹാനടന്മാരെ വിലക്കാം, വിനയനെ പോലെയുള്ള കഴിവ് തെളിയിച്ച സംവിധായകനെ വിലക്കാം. അവരാരും ഈ പറയുന്ന കഞ്ചാവ് മയക്കുമരുന്ന് കഴിച്ചിട്ടില്ല, ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്തിട്ടില്ല, ഒരു സ്ത്രീ വിരുദ്ധ പ്രവൃത്തി ചെയ്തിട്ടില്ല, അവർ നട്ടൽ പ്രവൃത്തി എന്ന് മാത്രമുള്ള തെറ്റ് ചെയ്തുള്ളൂ. ഷെയ്നി എന്ന് പറയുന്ന ഒരു യുവനടനെ അവർ വിലക്കാൻ പലതവണ ആലോചിച്ചു. ആ യുവ നടൻ അവന്റെ ഐഡന്റിറ്റി കാണിച്ചതിന്റെ പേരിൽ ഒരു മയക്കുമരുന്നിനോ ഒരു വൃത്തികേടിനോ പയ്യന്റെ പേരിൽ ഇതുപോലെ ഒരു ആരോപണമില്ല. എന്നാൽ ഈ അധമന്മാരെ കഴിഞ്ഞ 9 വർഷമായിട്ട് ഇവരെ സംരക്ഷിക്കുന്നത് ആരാ? ഈ സംഘടനകളാ. ഞാൻ ചോദിക്കട്ടെ, ഈ പരാതി കിട്ടിയിട്ട് ഇത്രയും ദിവസമായില്ലേ? ഇനി ആ പെൺകുട്ടിയുടെ സ്വകാര്യത ഓർത്ത് പോലീസിൽ കൊടുക്കണ്ട. ഇവർക്ക് വേണമെങ്കിൽ താൽക്കാലികമായിട്ടൊരു ഇവരുടെ കമ്മിറ്റി കൂടി ഇവർക്ക് അങ്ങോട്ട് വിലക്കാൻ പറ്റും. എന്തിനാ ഇവർ തിങ്കളാഴ്ച വെയിറ്റ് ചെയ്യുന്നത്? മന്ത്രിസഭാ യോഗം പോലും ഓൺലൈനിൽ കൂടുന്നുണ്ട്. ഇവർക്ക് എന്തുകൊണ്ട് കൂടിക്കൂടാ? സത്യത്തിൽ കുറ്റവാളികൾ ഇവരാ. ഇവർക്ക് ഒരു നടപടി എടുക്കാനുണ്ട്. ആ ചോദ്യം ശ്രീ സജീവൻ തേട്ട അങ്ങോട്ടാണ്. അല്ല, ഞാനൊന്ന് പറഞ്ഞു പറയട്ടെ. ഇവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് വായ കൊണ്ട് പറയാം. പക്ഷെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെട്ടത് എന്നിട്ട് പറയുന്നത് ഞങ്ങൾ വിൻസി എങ്ങനെയെങ്കിലും പരാതി പിൻവലിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മാധു പോലും അങ്ങനെ പറയുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പറയുകയാണ് പരാതി, ഞങ്ങൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലുകയാണ്. ഞങ്ങൾക്ക് വിൻസിയെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പറയുന്ന ആരാണോ വിൻസി പറഞ്ഞ പ്രതി തക്ക ശിക്ഷ കൊടുക്കും, ഒരു സംശയം വേണ്ട. അത് കൃത്യമായി തിങ്കളാഴ്ച നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നടപടിക്രമങ്ങളുണ്ട്. എനിക്ക് ഇവിടെ ഒന്നും ശിക്ഷ പറയാൻ പറ്റില്ല. കമ്മിറ്റി കൂടണം. ഇദ്ദേഹം പറയുന്നത് വൈകാരികമായാണ്. വൈകാരികമായി പറയാൻ എനിക്കാവില്ല. കാരണം ഇത് അവധാനതയോട് ഇതിനെ കാണേണ്ടതാണ്. ഇത് ഒരു പ്രശ്നം തിങ്കളാഴ്ച കമ്മിറ്റി കൂടുമ്പോ ഞങ്ങളുടെ കമ്മിറ്റി കൂടിയിട്ട് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി സംഘടനാപരമായ തീരുമാനം ഞങ്ങൾ എടുക്കും. പക്ഷെ നിയമപരമായ തീരുമാനം എടുക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. അപ്പം ഇതിനെല്ലാം ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞ് ഒരാളെ പറഞ്ഞിട്ടാൽ കോടാനുകോടി നഷ്ടമാർക്കാണ്? അതിന്റെ പ്രൊഡ്യൂസർക്കല്ലേ? ഹലോ, പറയുന്നതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇവിടെ പറയുന്നത് നമ്മളൊരു ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞ് പെട്ടെന്ന് ഇന്നൊരാൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ പറഞ്ഞു വിട്ടേക്കണം. ഈ ഷൂട്ട് ചെയ്ത ഭാഗം ഉൾപ്പെടെ കോടാനുകോടി രൂപയ്ക്ക് ആര് ഉത്തരം പറയും? അപ്പൊ ചില സെറ്റുകളിൽ നിർമ്മാതാക്കൾ സഹിക്കുകയാണ്. ചില ആൾക്കാർ എല്ലാവരും അല്ല. ഇപ്പൊ സിനിമയിൽ കുറെ മാക്സിമം മാറ്റം വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. സിനിമയെ നമ്മൾ വിമർശിക്കുമ്പോൾ സിനിമയിൽ ഒട്ടേറെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം
ഇവിടെ IC ഉള്ളത് കൊണ്ട് തന്നെ, നോക്കാനും പറയാനും ആളുള്ളത് കൊണ്ട് തന്നെ കുറെ ഏറെ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്, ശുദ്ധീകരണങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഇതുപോലെ വെളിയിൽ വരുമ്പോൾ അത് തെരഞ്ഞു പിടിച്ച് ശക്തമായ നടപടികൾ എടുക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുന്നത്. അല്ല ശ്രീ ഒരു തവണയാണെങ്കിൽ ഒരു സിനിമ തുടങ്ങി അതിന്റെ പകുതിയാകുമ്പോൾ ഒരു മോശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുവരെയുള്ള പണനഷ്ടം ശരി. പക്ഷെ ഇത് ഒരനുഭവമല്ലല്ലോ, എത്ര അനുഭവങ്ങളാണ്. വീണ്ടും ഞാൻ നേരത്തെ വീണ്ടും ചോദിക്കുകയാണ്, മലയാള സിനിമയെ അങ്ങനെ തന്നെ ചുമലേറ്റുന്ന നടന്മാരാണോ? എന്ത് തോന്നിയവാസം കാണിച്ചാലും ഇവരില്ലാതെ നിലനിൽപ്പില്ല എന്നാണോ? അങ്ങനല്ല. ഇത് 10,000 ആൾക്കാർ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. 10, 250, 230 സിനിമകൾ ഒരു വർഷം പുറത്തു വരുന്നുണ്ട്. പല മേഖലകളിൽ 10, 30 സിനിമ ഒരേ സമയം ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. അതിലെല്ലാവരും പല സ്വഭാവമുള്ളവരാണ്, പല വൈകൃതങ്ങളുള്ളവർക്ക് സ്വാഭാവികമായിട്ടാണ്, സമൂഹത്തിന്റെ പരിച്ഛേദങ്ങളാണ്. ഇതിനെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം ഇങ്ങനെയുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പോകാൻ മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ സംഘടനകൾ മാത്രമാണ് കുറ്റവാളികൾ. സംഘടനകൾ എല്ലാത്തിനും എടുപിടി നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ ചില പരിമിതികൾ ഞങ്ങളുടെ മുമ്പുണ്ട്, പ്രായോഗിക പരിമിതികൾ. അതുകൂടെ മനസ്സിലാക്കണം. ലോ ആൻഡ് ഓർഡർ കയ്യിലെടുക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. അതിവിടുത്തെ സംവിധാനങ്ങൾ അതിന് മുന്നോട്ട് വന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബി രാകേഷ് കഴിഞ്ഞ മാസം ലെറ്റർപാഡിൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടല്ലോ, ലൊക്കേഷനിൽ പോലീസ് വരണം, എക്സൈസ് വരണം, പരിശോധിക്കാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ലഹരി ഉപയോഗമുണ്ട് എന്നുള്ളത് സർക്കാർ സംവിധാനം അതിനോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതൊക്കെ അന്നൊക്കെ കൊട്ടിഘോഷിച്ച് പറഞ്ഞിരുന്നു. കൃത്യമായ പരിഗണന ഉണ്ടാകും, കൃത്യമായ പരിശോധന ഉണ്ടാകുമെന്നൊന്നും ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ നിരന്തരമുള്ള കേസുകളും ലഹരി ഉപയോഗിച്ച് സ്ത്രീകൾക്കെതിരെ അധിക്ഷേപം നടത്തുന്ന കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും സർക്കാരിനൊന്നും ചെയ്യാനില്ലേ എന്നതൊരു ചോദ്യമാണ്. എക്സൈസ് മന്ത്രിക്ക് കേൾക്കാവുന്നതാണ്, സിനിമാ മന്ത്രിക്ക് കേൾക്കാവുന്നതാണ്. പ്രൊഡ്യൂസർമാർ പറയുകയാണ് ഞങ്ങൾ ഓപ്പണാണ്, സർക്കാർ സംവിധാനം അനങ്ങുന്നില്ല എന്നുള്ളത്. അതിന് മറുപടി പറയേണ്ടത് സർക്കാർ സംവിധാനം തന്നെയാണ് താനും. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. മലയാള സിനിമാ മേഖലയിൽ പിടിമുറുക്കിയിരിക്കുന്ന ലഹരി അതിന്റെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന് വരെ കാരണമാകുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വം ഈ സംവിധാനത്തിനുണ്ട്.